ഈ മാവേലിക്കര മണ്ഡലത്തിൽ ആർക്കാണ് വിജയ സാധ്യത? അരുൺകുമാറിനാണ്. അതായത് LDF സ്ഥാനാർത്ഥിക്ക്. അതെ. ഇതിനു മുമ്പ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിലവിലെ UDF സ്ഥാനാർത്ഥിയാണ്. അപ്പൊ LDFിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്നു. കേരളത്തിൽ പിണറായി വിജയൻ സാറിന്റെ ഭരണം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. വിഷമമുണ്ടോ? അതിലൊരു വീഴ്ചയുണ്ടോ? വീഴ്ചയുണ്ട്. എന്താണ് വീഴ്ച? ഞാൻ വോട്ട് ചെയ്യുന്ന ആളല്ല. അതെന്ത് പറ്റി? എനിക്ക് അതിനോട് താല്പര്യമില്ല. വോട്ടിനോട് താല്പര്യമില്ല. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൽത്താഫ് വ്ലോഗ്സ് പ്രസൻസ് ജനമനം 2024 പവർഡ് ബൈ രാജ ടൈം മൈ ഹോം ആൻഡ് മേക്ക് യുവർ ഹോം. നമ്മൾ ഇന്ന് മാവേലിക്കര മണ്ഡലത്തിലേക്കാണ് പോകാൻ പോകുന്നത്. ആളുകളോടെല്ലാം ചോദിച്ചു നോക്കാം, ഈ ഇലക്ഷന് ആര് ജയിക്കും? ഇനി ഒരു മാറ്റം വരണോ? നരേന്ദ്രമോദി തന്നെ തുടരണോ? അതല്ല പുതിയ പ്രധാനമന്ത്രി വരണോ? ഒട്ടും തന്നെ വൈകാതെ നമുക്ക് വീട്ടിലേക്ക് പോവാം. അമ്മ വോട്ട് ആർക്കാ കൊടുക്കുന്നേ? ആർക്കും കൊടുക്കത്തില്ലേ? ആർക്കും കൊടുക്കത്തില്ല. ചേച്ചി വോട്ട് ആർക്ക് കൊടുക്കും? കൊല്ലത്ത് മാവേലിക്കര വോട്ട് ആർക്ക് കൊടുക്കും? അരുൺകുമാർ LDFന് കൊടുക്കും. UDFന് BJPക്ക് ഒന്നും കൊടുക്കത്തില്ല. അതെന്താ? വിരോധം വല്ലതും ഉണ്ടോ? വിരോധമൊന്നുമില്ല. അന്ന് മുതൽ അങ്ങനെ കൊടുക്കുന്നു. പിണറായി വിജയൻ സഖാവിന്റെ ഭരണം എങ്ങനെയുണ്ട്? എല്ലാരും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം. ചേച്ചിയുടെ അഭിപ്രായം? നല്ലതും ചിത്തയുണ്ട്. ചേച്ചിയുടെ അഭിപ്രായം എന്താ? അതേപോലെ നല്ലതും ചിത്തയുണ്ട്. ചേച്ചി പാർട്ടിക്കാരിയാണോ? ഒന്നുമല്ല. ഓക്കെ, താങ്ക് യു. ഈ മാവേലിക്കര മണ്ഡലത്തിൽ ആർക്കാണ് വിജയ സാധ്യത? അരുൺകുമാറിനാണ്. അതായത് LDF സ്ഥാനാർത്ഥിക്ക്. ഇതിനു മുമ്പ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിലവിലെ UDF സ്ഥാനാർത്ഥിയാണ്. അപ്പൊ LDFിലേക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുന്നതല്ല, അദ്ദേഹം ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു കാര്യങ്ങൾ കൊടുക്കുന്നില്ലേ. ഒരു സുപ്രഭാതത്തിൽ ഞാൻ വന്ന് അന്ന് അടൂർ പാർലമെന്റിലായിരുന്നു. അങ്ങനെ ആ പേര് കൊണ്ടും എന്തോ ആ ചെറുപ്പം കൊണ്ടും അങ്ങനെ വന്നു. അതിനുശേഷം ഈ പാർലമെന്റ് മാവേലിക്കതിന് ശേഷം മാവേലിക്കലെ പുള്ളി ഒന്നും ചെയ്തിട്ടില്ല. ഒരു കാര്യങ്ങളും വികസനമില്ലാത്തൊരു മണ്ഡലമാണിത് മാവേലിക്കര. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ BJPക്ക് ഇവിടെ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ? BJPക്ക് അടിസ്ഥാനമില്ല. ഇല്ല, ഒരു തരത്തിലും ഇല്ല. ഒരു തരത്തിലും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പൊ അടുത്ത പ്രധാനമന്ത്രി ആരാകുമെന്നായിരിക്കും ചേട്ടൻ്റെ ഒരു തോന്നൽ? പ്രധാനമന്ത്രി ആകാന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണി ആകാനാ സാധ്യത. ആഗ്രഹം, ചേട്ടന്റെ ആഗ്രഹം അതാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിലേ ഈ രാഹുൽ ഗാന്ധി നമ്മുടെ നാട്ടിൽ വന്നിട്ട്, നമ്മുടെ ഈ രാജ്യത്ത് വന്നിട്ട്, നമ്മുടെ സംസ്ഥാനത്ത് വന്നിട്ട് സംസാരിക്കുന്നതിനകത്തും എന്താ അർത്ഥം? പിണറായി അകത്താക്കണം, പിണറായി എന്തുകൊണ്ട് പുറത്താണ് എന്നൊക്കെ പറയുമ്പോഴേ ഈ മനുഷ്യർ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പോൾ ഉള്ള ഈ ഇന്ത്യ മുന്നണിക്കകത്ത് ഇതായ പിന്നെ എങ്ങനെയാണെന്നുള്ളത് ഇപ്പം നമുക്ക് 2 ദിവസമായിട്ട് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. അമ്മയുടെ വോട്ട് ആർക്കാ കൊടുക്കുന്നത്? LDFനാണോ, UDFനാണോ, BJPക്കാണോ, കമ്മ്യൂണിസ്റ്റിനാണോ, കോൺഗ്രസിനാണോ? പിണറായി വിജയന് കൊടുക്കുമോ, നരേന്ദ്രമോദിക്ക് കൊടുക്കുമോ, അത് രാഹുൽ ഗാന്ധിക്കാണോ? വ്യക്തമായിട്ട് പറയുന്നില്ല. അവരവർക്ക് ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയം ഏതാന്ന് വെച്ചാൽ അവർക്ക് വോട്ട് ചെയ്യും. അതല്ല ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ ചോദിച്ചത്. അത് തന്നെ അതിപ്പോ ഞാൻ വേറൊരാളോട് പറയത്തില്ല. അത് മറച്ചു വെക്കേണ്ട കാര്യമാണ്. അല്ല, അതെന്തിനാ പറയുന്നത്? എന്റെ മൗലിക അവകാശമാണ്. അത് കറക്റ്റ് ആണ്. അല്ല, ചേച്ചിയുടെ അഭിപ്രായത്തിൽ വികസനം വരണമെങ്കിൽ ആര് വരണം? ഇടതുപക്ഷം വരണം. ഓക്കെ. ഈ മാവേലിക്കര മണ്ഡലത്തിൽ ആർക്ക് കൊടുക്കും വോട്ട്? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. LDFനാണോ, UDFനാണോ, BJPക്കാണോ? LDFന്. ചേട്ടാ LDFകാരനാണോ? കേരളത്തിലെ പിണറായി സഖാവിന്റെ ഭരണം എങ്ങനെയുണ്ട്? നല്ല ഭരണമാണ്. ഓക്കെ ചേട്ടാ, ഈ മാവേലിക്കര അടുത്ത MP ആരാവണം? ഏത് പാർട്ടി? ഇപ്പൊ ഞാനും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഇഷ്ടമുള്ള പാർട്ടിയല്ലേ ഞാൻ പറയൂ. ഓക്കെ, ചേട്ടന്റെ ഓപ്ഷൻ എന്താണ്? എന്നിട്ട് കാരണവും കാണുമല്ലോ. ഇതിപ്പോ ഇവിടെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ 10-60 വർഷം, ഏതാണ്ട് 67 വർഷമായിട്ട് മാറി ഭരിക്കുന്ന ഗവൺമെന്റ് കൊണ്ട് എന്ത് നേട്ടമാണ് ഈ കേരളത്തിനുണ്ടായത് എന്ന് ജനങ്ങൾ ചിന്തിക്കണം. ഞാൻ ചിന്തിക്കുന്നതല്ല, മൊത്തം ആളുകൾ ചിന്തിക്കണം. അവർ ചിന്തിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം. നരേന്ദ്രമോദിയുടെ ഭരണം എങ്ങനെയുണ്ട്? നരേന്ദ്രമോദിയുടെ ഭരണം കൊണ്ടല്ലേ ഇപ്പൊ ഇവിടെ ഒരു ഹൈവേ തന്നെ വരുന്നത് കേരളത്തിൽ. അപ്പൊ നരേന്ദ്രമോദി വരണോ ഇനിയും, അതോ മാറ്റം വരണോ? കേന്ദ്രത്തിൽ മാറ്റം വരണ്ട, ഇത് തന്നെ തുടർന്നാൽ മതി. കേരളത്തിലെ ഭരണം എങ്ങനെയുണ്ട്? പിണറായി വിജയന്റെ നല്ല ഭരണമാണ്, അതിന് ഇഷ്ടമാണ്. അപ്പോ കേരളത്തിൽ എന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത്? ഇപ്പൊ ഭരണമാണോ നടക്കുന്നത്? അല്ലല്ലേ. പിന്നെ അരുൺകുമാർ ജയിക്കണം, LDFന്റെ സ്ഥാനാർത്ഥി. അതെന്താ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറഞ്ഞ ഞങ്ങളുടെ പ്രവർത്തനം അവരുടെ ഇടതുപക്ഷ ചിന്താഗതിയാണ്. ഞങ്ങൾക്ക് അതനുസരിച്ച് സംസാരിക്കാം. ഇടതുപക്ഷ ചിന്താഗതിയാണ്. ഈ ഇടതുപക്ഷം ഈ എന്താ പറയാ, ഈ പെൻഷൻ ഒക്കെ പിടിച്ചു വെച്ചു ആരോപണം വരുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ പറയാ? ആ പെൻഷൻ പിടിച്ചു വെച്ച് ഞങ്ങൾക്ക് ഇപ്പോഴും കിട്ടി. വിഷുവിന് 2 മാസത്തെ പെൻഷൻ, അതിന് മുമ്പ് 1 മാസമാണ്. സാമ്പത്തിക കേരളത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ ഒക്കെ കുറയ്ക്കും, നിങ്ങൾക്ക് തരും. അപ്പൊ അങ്ങനെ പിടിച്ചു വെച്ചു എന്നുള്ള ശരിയാണോ? പിടിച്ചു വെച്ചിട്ടില്ലല്ലോ. ആരാ പിടിച്ചു വെച്ചേ? അവരുടെ സാമ്പത്തിക കുറവുള്ളത് കൊണ്ട് കാശ് തന്നില്ല, ഞങ്ങൾക്ക് തന്നില്ല. അത് 3 മാസം ഇനി ഞങ്ങൾക്ക് കുടിശ്ശിക കിടപ്പുള്ളൂ. കുടിശ്ശിക. അപ്പൊ ഈ സെസ് എന്ന് പറഞ്ഞ് പിടിച്ചു തന്നില്ല, പെട്രോളിന് അതിൽ നിന്നൊക്കെ പെൻഷൻ കൊടുക്കാനാന്നും പറഞ്ഞു.
അതൊന്നും നമുക്കറിയാൻ പറ്റും. നമുക്കറിയത്തില്ല. ഓക്കെ കൂടുതൽ എന്നോട് പറയാം, ഞാൻ വെറും സാധാരണ മീഡിയം പഴയ 7ാം ക്ലാസ് കുട്ടിയെ. ഓക്കെ ഓക്കെ. പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വരണോ അതോ വേറെ ആരെങ്കിലും വരണോ? നരേന്ദ്രമോദി വരണമെന്ന് നമുക്ക് അഭിപ്രായമില്ല. കാരണം ജനദ്രോഹങ്ങളാണ് കാണിക്കുന്ന പുള്ളി ചിലത്. മാറിക്കഴിഞ്ഞാൽ വേറെ ആര് വരണം? അപ്പൊ വേറെ കൊള്ളാവുന്ന ഒരു ഭരണാധികാരി വരണം. ഇന്നവര് വരണമെന്ന് നമുക്ക് പറയാനൊക്കെ ഇത് മാറണം. മാറണം. ഓക്കെ. ചേട്ടൻ മാവേലിക്കരക്കാരനോ? ഓക്കെ. മാവേലിക്കരയിൽ അപ്പൊ ആര് ജയിക്കും? LDF ആണോ UDF ആണോ BJP ആണോ? LDF ജയിക്കണമെന്നാണ് ആഗ്രഹം. LDF ജയിക്കണമെന്നോ? ഇപ്പൊ ചേട്ടൻ സാധ്യത കൂടുതൽ പുള്ളിക്കാണ്. LDF-നാണ്. LDF-ന്റെ സ്ഥാനാർത്ഥി LDF അല്ല, UDF-നാണ് സാധ്യത കൂടുതൽ. UDF-നാണ് സാധ്യത കൂടുതൽ. ചേട്ടൻ ആർക്ക് വോട്ട് ചെയ്യും? LDF ആണ് ഇഷ്ടം. പക്ഷെ കൊടിക്കുന്നിൽ സുരേഷ് ആണ് ജയിക്കാൻ സാധ്യത തോന്നുന്നത്. UDF ആണ് സാധ്യത തോന്നുന്നത്. പുള്ളി വണ്ടട്ടെ ആണ്. അപ്പൊ അരുൺകുമാറിനെ വോട്ട് ചെയ്യാൻ ഇഷ്ടമുണ്ട്. പുള്ളിക്കാണ് വോട്ട്. പുള്ളിക്കാണ് വോട്ട്. പക്ഷെ UDF-നാണ് ഒരു ചെറിയ നേരിയ സാധ്യത തോന്നുന്നത്. പുള്ളിക്ക്. അപ്പൊ ഇത്തവണ പ്രധാനമന്ത്രി ആരാവണം? നരേന്ദ്രമോദി തന്നെ മതിയോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് പറയാൻ പറ്റത്തില്ല. രാഹുൽ ഗാന്ധി വന്നാൽ നന്നായിരിക്കും. ഓക്കെ. കേരളത്തിൽ പിണറായി വിജയൻ സാറിന്റെ ഭരണം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. വിഷമമുണ്ടോ? അതിലൊരു വീഴ്ചയുണ്ടോ? വീഴ്ചയുണ്ട്. എന്താണ് വീഴ്ച? ചില സമയങ്ങളിൽ വീഴ്ചയുണ്ട്. അത് ഏതൊക്കെയാണ് ആ സമയം? ചില സമയങ്ങളിൽ വീഴ്ചയുണ്ട്. ചില മഴ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പാർട്ടിക്കാർ തന്നെ വീഴ്ച ഉണ്ടാക്കുന്നുണ്ട്. അത് പുള്ളിയുടെ പേരും പറഞ്ഞ് കുറെ ഭരണാധികാരികൾ വീഴ്ച ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ SFI അവരൊരു വീഴ്ചയും കാര്യങ്ങളെല്ലാം SFI-ക്കാർ വീഴ്ചയാണോ? വീഴ്ചയാണ്. ഒരു പാർട്ടിക്കാരൻ തന്നെ പറയുമോ? SFI തന്നെ DYFI തന്നെ വീഴ്ചയാണ്. കൊലപാതകം നടന്നില്ലയോ? SFI-യും DYFI-യും വീഴ്ചയാണെന്ന് നിങ്ങളൊരു പാർട്ടിക്കാരൻ തന്നെ തുറന്ന് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഉള്ള കാര്യം ഉള്ളതോട് തുറന്ന് വലിയ അതാണ് ആ ഒരു സത്യസന്ധത ഞാൻ അനുമോദിക്കുന്നു. സംഭവം അങ്ങനെ നടന്നു പോകുന്നുണ്ട്. അത് പാർട്ടി തന്നെ വീഴ്ചയാണ്. എന്തായാലും ഓക്കെ. തുറന്ന് പറഞ്ഞിട്ട് വളരെ നന്ദി. ഞാൻ വോട്ട് ചെയ്യുന്ന ആളല്ല. അതെന്ത് പറ്റി? എനിക്ക് അതിനോട് താല്പര്യമില്ല. വോട്ടിനോട് താല്പര്യമില്ല. അത് നമ്മുടെ നാട്ടിലെ ജനാധിപത്യം അങ്ങനെ ഉണ്ട്. ജനാധിപത്യമൊക്കെ കഴിഞ്ഞു. ജയിക്കുന്നവര് ജയിക്കും, തോക്കുന്നവര് തോക്കും. രാജാവ് വന്ന് തിരിച്ച് ഭരിക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? രാജാവ് വരത്തുമില്ല, ഭരിക്കത്തുമില്ല. അതെന്ത് പറ്റി? എങ്ങനെ വരുന്നത്? നിങ്ങളൊക്കെ ഉള്ളപ്പോ പിന്നെ എങ്ങനെ വരുന്നത് രാജാവ്? അപ്പൊ ഇപ്പൊ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സാറിനെ പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം തന്നെ. മെജോറിറ്റി വിളിച്ചിട്ടല്ലേ കയറിയത്, പിന്നെ എന്തുകൊണ്ട് മോശക്കാരനാകുന്നത്? LDF ഭരണം തന്നെ വരണമെന്നാണോ? എന്നൊന്നുമില്ല. എനിക്ക് പാർട്ടിയുള്ള മനുഷ്യനല്ല. അപ്പൊ BJP-യെ പറ്റിയിട്ട് കോൺഗ്രസിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? ഒന്നും അഭിപ്രായമില്ല. എല്ലാം നല്ലവര് തന്നെ. നരേന്ദ്രമോദി എങ്ങനെയുണ്ട്? എല്ലാം ഗുഡ് ആണ്. ഓക്കെ.